മുട്ടക്കപ്പ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം കപ്പ വേവിച്ച് ഊറ്റിയെടുക്കണം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സാക്കി മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടക്കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 4 കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. തയ്യാറാക്കാനായിട്ട് നമുക്ക് അടുപ്പിൽ പാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ അങ്ങനെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ആക്കി വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചിക്കി കൊടുക്കണം. നല്ലതായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫാക്കാം. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കപ്പയ്ക്കുള്ള അരപ്പാണ്. അരപ്പിനായിട്ട് ഒരു മുറി തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഒത്തിരി അരഞ്ഞു പോകില്ല. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. കേട്ടോ, ഇനി നമുക്ക് കപ്പ ഊറ്റി വയ്ക്കാം. എന്നിട്ട് വേണം ഇത് മിക്സ് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. കപ്പ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കേട്ടോ, ഇതൊന്ന് ഊറ്റിയെടുക്കണം. മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ കപ്പ അരപ്പിൻ്റെ മുകളിലോട്ട് കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് അരപ്പൊന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ്. അപ്പോഴത്തേനും അരപ്പൊക്കെ നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടും. അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കപ്പയുമായിട്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുട്ടക്കപ്പ റെഡിയായി വന്നിട്ടുണ്ട്. കേട്ടോ, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കപ്പയല്ലേ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.